ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. ഇനിയുള്ള 2-3 വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. അതായത് ഇലക്ട്രിക്കൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി. ഈ ക്വാണ്ടിറ്റീസൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു സർക്യൂട്ടിൽ നിന്നും മെഷർ ചെയ്യുന്നത്, അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, ഇതൊക്കെയാണ് ഇനിയുള്ള 2-3 വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് എന്താണ് ഈ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാനത് ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഇലക്ട്രിക്കൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? വോൾട്ടേജ്, കറണ്ട്, പവർ ആൻഡ് എനർജി. ഇങ്ങനെയുള്ള ഈ ഇലക്ട്രിക്കൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇത് നമുക്കറിയാം, നമ്മളെ സർക്യൂട്ടിൽ അല്ലേ വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്യൂട്ടിലുള്ള ഈ വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് വോൾട്ട് മീറ്റർ. ഓക്കെ, കറണ്ട് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അമ്മീറ്റർ. പവർ കാണാൻ വാട്ട് മീറ്റർ. ആൻഡ് എനർജി മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ മീറ്റേഴ്സ് ആണെന്നുള്ളത്. കാരണം നമുക്കറിയാം വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ് അല്ലേ? അപ്പോൾ ആ ഒരു വോൾട്ടേജ് കാണാൻ യൂസ് ചെയ്യുന്ന മീറ്റർ വോൾട്ട് മീറ്റർ. അതുപോലെ കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. അപ്പോൾ ആ ആംപിയറിൻ്റെ എം എന്നുള്ള ആ ഒരു 2 വേർഡ് എടുത്തിട്ടാണ് ആം മീറ്റർ എന്ന് പറഞ്ഞിട്ട് അമ്മീറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ പവർ മെഷർ ചെയ്യുന്നത്, പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട് അല്ലേ, വാട്ട്സ്. അപ്പോൾ വാട്ട്സ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് വാട്ട് മീറ്റർ ഉപയോഗിക്കാം. പിന്നെ എനർജി മെഷർ ചെയ്യാനായിട്ട് എനർജി മീറ്ററും നമ്മൾ ഉപയോഗിക്കുന്നു. ഈ എനർജി മീറ്റർ നമുക്ക് വേണമെങ്കിൽ വാട്ട് ഹവർ മീറ്റർ എന്നും കൂടി പറയും കേട്ടോ. വാട്ട് ഹവർ മീറ്റർ എന്നുകൂടി നമുക്ക് പറയാം. കാരണം അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, എനർജീൻ്റെ യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് ഹവർ ആണല്ലോ. അപ്പോൾ അത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ വാട്ട് ഹവർ മീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് പറയാം? എനർജി മീറ്റർ എന്നുകൂടി പറയാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഏതെല്ലാം ടൈപ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 3 ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്: ഇൻഡിക്കേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് ടൈപ്സ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ അതിന് ആദ്യത്തെ ഇൻഡിക്കേറ്റിംഗ് എന്താണ് നമുക്ക് നോക്കാം. ഇൻഡിക്കേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി, നമ്മളൊരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിന് അക്രോസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും? ആ ഒരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എപ്പോഴാണോ കൊടുക്കുന്നത് ആ ഒരു സമയം മാത്രം എന്താണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് എന്ത് ചെയ്യും? അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു വോൾട്ടേജ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വോൾട്ടേജ് ഒരു കറണ്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് മാത്രം എന്താണ് ഈ ഒരു പോയിൻ്റർ, ഈ സ്കെയിലിൽ നമുക്കിപ്പോൾ 5 ആംപിയർ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 5 ആംപിയർ കറണ്ടിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? ഈ ഒരു പോയിൻ്റർ വന്ന് നിൽക്കും. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ ഒരു ഇൻപുട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് അത്
ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ചെറിയൊരു സമയത്ത് മാത്രം നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ടൈം പീരീഡിൽ നമ്മൾ എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ തന്നെ നിങ്ങൾ നോക്കൂ, എനർജി മീറ്ററാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ എനർജി മീറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 1-2 ദിവസമോ അല്ലെങ്കിൽ മാസങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടോട്ടലായിട്ടുള്ള, അതായത് ഓരോ ദിവസം ഉപയോഗിക്കുന്നതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എനർജി മീറ്ററിൽ കിട്ടുന്നത് അല്ലേ. 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ എനർജി മീറ്റർ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ 2 മാസം ഉപയോഗിച്ച എനർജി എത്രയാണോ അത് നമുക്ക് എനർജി മീറ്ററിൽ കിട്ടും. അത് രജിസ്റ്റർ ചെയ്തിട്ടും ഉണ്ടാവും, എത്രയാണെന്നുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെയാണ് ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഇൻഡിക്കേറ്റിങ്ങിന് എക്സാമ്പിളാണ് വോൾട്ട് മീറ്റർ, അമ്പിമീറ്റർ. നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസ് ഒക്കെ എന്താണ്, ഇൻഡിക്കേറ്റിംഗ് ടൈപ്പാണ്. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻസ് ആണ്. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അതായത് ഓരോ ഇൻസ്റ്റൻറ്റിലും ഉണ്ടാവുന്ന വാല്യൂസ് എന്താണ്, ഈ ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കും. അതായത് എക്സാമ്പിൾ എന്താണ്, നമ്മൾ ECG പറയുന്നുണ്ട്, CRO ഒക്കെ പറയുന്നുണ്ട് അല്ലേ. ഒരു ECG നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ECGക്ക് എന്താണ്, ഒരു പോയിൻ്റർ ഉണ്ടാവും. ആ പോയിൻ്ററിൽ എന്തുണ്ട്, ഒരു പെന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പെൻ എന്താണ്, ഒരു പേപ്പറിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാഫിനകത്ത് എന്താണ് പ്ലോട്ട് ചെയ്യും അല്ലേ. അതിങ്ങനെ നമ്മളെന്താണ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഇമ്പൾസ്, ഇലക്ട്രിക്കൽ പൾസ് എങ്ങനെയാണോ വരുന്നത് അത് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ്, ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് ആൻഡ് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതായത് മെയിനായിട്ട് അതിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ എന്തെല്ലാം മെക്കാനിസമാണ് ആ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിന് ആവശ്യമായിട്ടുള്ളതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂവിങ് സിസ്റ്റം. ഒരു മൂവിങ് സിസ്റ്റം നമുക്ക് വേണം, ഒരു മൂവിങ് മെക്കാനിസം നമുക്ക് വേണം. രണ്ടാമതായിട്ട് പോയിൻ്റർ. ഓക്കെ, തേർഡ് വൺ സ്കെയിൽ ആൻഡ് ഫോർത്ത് വൺ ടോർക്ക്. ഓക്കെ, അപ്പോൾ ഈ മൂവിങ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ ഇൻപുട്ടായിട്ട് ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് എന്ത് ചെയ്യണം, അതിലകത്ത് പോയിൻ്റർ ഉണ്ടാവും. ആ പോയിൻ്റർ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം അല്ലേ. നമുക്ക് വേണ്ട വാല്യൂ എത്രയാണോ ആ വാല്യൂയിലേക്ക് ആ പോയിൻ്റർ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്ററിന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു മൂവിങ് മെക്കാനിസം വേണം, ആവശ്യമുണ്ട് അല്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിനൊരു മൂവ്മെൻറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു മൂവിങ് മെക്കാനിസം വേണം. അപ്പോൾ ഒരു മോട്ടർ ആണെങ്കിലും ജനറേറ്റർ ഒക്കെ ആണെങ്കിലും അതിനകത്തുള്ള റോട്ടർ മൂവ് ചെയ്യാൻ കാരണം എന്താ, അല്ലെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ കാരണം എന്താ, അവിടെ ഒരു മെക്കാനിസം ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഭാഗം കൊണ്ടാണ് എന്ത്, ആ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ എന്ത് വേണം, ഒരു മൂവ്മെൻറ്റിനായിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. പിന്നെ എന്താ വേണ്ടത്, പോയിൻ്റർ. പോയിൻ്റർ എന്തിനാ, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു പോയിൻ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വാല്യൂ ആണോ കിട്ടിയത്, നമുക്ക് ഏത് മെഷർമെൻറ്റിലൂടെ നമുക്ക് കിട്ടിയ വാല്യൂ അത് എത്രയാണോ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്കെയിലാണ്. സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്, ആ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അളവ്, അതായത് ഏതൊക്കെ റേഞ്ചിലാണോ നമുക്ക് ക്വാണ്ടിറ്റീസ്, എത്ര റേഞ്ചിലുള്ള ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കെയിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സ്കെയിൽ ഇപ്പോൾ 0 to ഒരു 10 ആംപിയർ വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കെയിൽ എത്രയാണ്, 0 to 10 ആംപിയർ ആണ് ഇതിൻ്റെ സ്കെയിൽ. ഓക്കെ, അപ്പോൾ സ്കെയിൽ എന്തിനാണെന്ന് മനസ്സിലായി. പിന്നീട് വരുന്ന ടോപ്പിക്കാണ് ടോർക്ക്. ഈ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മൂവിങ് സിസ്റ്റം അല്ലെങ്കിൽ മൂവിങ് മെക്കാനിസം ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്തുള്ള ഈ ഒരു പോയിൻ്ററിന് എന്താണ് സപ്ലൈ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ക്വാണ്ടിറ്റി വരുമ്പോൾ ഇതിന് മൂവ് ചെയ്യാനും നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് ഈ പോയിൻ്റർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കാനും ഒക്കെ എന്ത് വേണം, അവിടെയൊക്കെ ടോർക്ക് ആവശ്യമാണ് അല്ലേ. ഒരു ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേണിംഗ് എഫക്റ്റിനാണ് നമ്മൾ എന്താ ടോർക്ക് എന്ന് പറയുന്നത്. ഒരു കമ്പോണൻറ്റിന് അതിനെന്ത് ചെയ്യണം, അത് മൂവ് ചെയ്യാൻ, അത് റൊട്ടേഷണൽ മോഷനിൽ അതിന് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിന് എന്ത് വേണം, ഇങ്ങനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വന്ന് നിൽക്കാൻ ഈ പോയിന്റിന് എന്ത് ആവശ്യമാണ്, ടോർക്ക് ആവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ ടോർക്കാണ് നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിന് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൂവിങ് മെക്കാനിസം, അതുപോലെ പോയിൻ്റർ, സ്കെയിൽ ആൻഡ് ടോർക്ക്, ഈ 4 കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഏതെല്ലാം ടൈപ്പ് ടോർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ടോർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ നമുക്ക് TD എന്ന് വിളിക്കാം. ഓക്കെ, TD, D ഫോർ ഡിഫ്ലക്റ്റിംഗ്, T ഫോർ ടോർക്ക്. ഓക്കെ, സെക്കൻഡ് വൺ കൺട്രോളിംഗ് ടോർക്കാണ്. അതിന് നമുക്ക് TC എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻഡ് തേർഡ് വൺ ഡാമ്പിംഗ് ടോർക്ക്. ഈ 3 ടോർക്കാണ് ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിനകത്തുള്ള പോയിൻ്ററിനെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളതും അല്ല ആ പോയിൻ്ററിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള 3 ടോർക്കുകളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ ടോർക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ്. ആ ഒരു പേര് തന്നെ ഉണ്ടല്ലേ, എന്താണ് ഡിഫ്ലക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു വസ്തു അതെന്താണ്, അതിന് മൂവ്മെൻറ്റ് സംഭവിക്കുകയാണ്, ഒരു മോഷൻ സംഭവിക്കുകയാണ് അല്ലേ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമുക്കറിയാം മെയിൻ ആയിട്ടുള്ളത് എന്താ, ഒരു സ്കെയിലുണ്ട്, സ്കെയിലിന് എന്താണ് ഒരു പോയിൻ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ പോയിൻ്റർ ഇനീഷ്യലി പോയിൻ്റർ എവിടെയായിരിക്കും ഉണ്ടാവുക, ഏതൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെയും പോയിൻ്റർ നിൽക്കുക അതിൻ്റെ 0 പൊസിഷനിലാണ്. ഓക്കെ, ഇനീഷ്യലി 0 പൊസിഷനിലായിരിക്കും ഈ ഒരു പോയിൻ്റർ ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റി, നമ്മളിപ്പോൾ ഒരു 5 ആംപിയർ കറണ്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് കൊടുത്തതെന്ന് വിചാരിക്കുക. ഇതൊരു അമ്മീറ്ററാണെന്ന് വിചാരിച്ചോളൂ. 5 ആംപിയർ കറണ്ടാണ് കൊടുത്തതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഈ 5 ആംപിയർ നമുക്ക് എന്ത് ചെയ്യണം, കാണിച്ചു തരണം അല്ലേ. അപ്പോൾ ഈ പോയിൻ്റർ എങ്ങോട്ട് പോകണം, ഇവിടെ ഇതാണ് 5 ആംപിയറിൻ്റെ എന്നുണ്ടെങ്കിൽ ഈ ഒരു 5 ആംപിയർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് ഈ ഒരു പോയിൻ്റർ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം വേണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒരു പോയിൻ്റർ സ്റ്റേഷനറി സ്റ്റേജിൽ നിന്നും ഈ ഒരു 5 ആംപിയർ നമുക്ക് നമുക്ക് കിട്ടിയ വാല്യൂവിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ടോർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയാം, നമ്മൾ സാധാ ലെവലിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ ചെറിയൊരു തള്ളു കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അയാൾക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. അതുതന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. സ്റ്റേഷനറി നിൽക്കുന്ന ഈ ഒരു പോയിൻ്ററിന് ചെറിയൊരു തള്ളു കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ചെറിയൊരു ടോർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഈ പോയിൻ്റർ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, എത്ര വരെ മൂവ് ചെയ്യണം, ഈ ഒരു 5 ആംപിയർ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പോയിൻ്റർ മൂവ് ചെയ്യണം. അപ്പോൾ പോയിൻ്റർ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പോയിൻ്ററിന് ഡിഫ്ലക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോർക്കിനാണ് നമ്മൾ എന്ത് പറയുക, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇനി രണ്ടാമത്തത് കൺട്രോളിംഗ് ടോർക്കാണ്. എന്താണ് കൺട്രോളിംഗ് ടോർക്ക് നമുക്ക് നോക്കാം. ഈ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമേ ഇപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉള്ളൂ നമ്മൾ വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രം ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ഒരു പോയിൻ്റർ എന്ത് ചെയ്യും, ഇവിടുന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടുമ്പോൾ റൊട്ടേറ്റ് ചെയ്യും അല്ലേ, അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പോയിൻ്റർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇതെന്ത് ചെയ്യുക, നമ്മൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് ഇതിന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താവും, ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഇത് പോയിൻ്റ് എന്താണ്, അവിടെ ഫിക്സഡ് പോയിൻ്റാണ്. ഈ പോയിൻറ്റിന് ചുറ്റും എന്താവും, ഈ ഒരു പോയിൻ്റർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നപ്പോൾ എത്ര ഫോഴ്സ് ആണെങ്കിലും അത് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ആ ഒരു കേസാണോ വേണ്ടത്,
നമുക്ക് ഈ ഒരു പോയിന്ററിന് ഒരു ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കാനാണോ നമുക്ക് ആവശ്യം? അല്ലല്ലോ. നമുക്കെന്താ ഇതിന് ഈ ടോർക്ക് കിട്ടുന്ന സമയത്ത് തന്നെ എന്താണ് നമുക്ക് വേണ്ടത്? ഈ ഒരു 5 ആംപിയർ പൊസിഷനിലേക്ക് ഈ ഒരു പോയിന്ററിനെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് ചെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം, അല്ലേ? നമ്മളെ എയിം അതാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്ററിനെ ഈ ഒരു പൊസിഷനിലേക്ക് കറക്റ്റ് എത്തിക്കണം. അല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ വീണ്ടും കറങ്ങി വരാൻ പാടില്ല, അങ്ങനെയൊന്നും പാടില്ല. ഈ കറക്റ്റ് 5 ആംപിയറിൻ്റെ പൊസിഷനിൽ എത്തുമ്പോൾ ഈ ഒരു പോയിന്റർ എന്ത് ചെയ്യണം? അവിടെ സ്റ്റോപ്പ് ആവണം. അപ്പം അങ്ങനെ ഈ ഒരു പോയിന്ററിനെ ഇവിടെ സ്റ്റോപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഈ പോയിന്ററിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടോർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോർക്കിനാണ് നമ്മൾ എന്താ പറയുക? TC ഓർ കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്ററിനെ ഈ ഒരു പൊസിഷനിലേക്ക് കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആരാണ്? ഈ ഒരു കൺട്രോളിങ് ടോർക്കാണ്. ഇതിപ്പോൾ 5 ആംപിയറിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നമുക്ക് 10 ആംപിയർ എടുക്കാം. ഇവിടെ 10 ആംപിയർ എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 ആംപിയർ പൊസിഷനിൽ എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്ററിനെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തന്നെയാണ് വേണ്ടത്? ഒരു കൺട്രോളിംഗ് ടോർക്കാണ് കൊടുക്കേണ്ടത്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ 10 ആംപിയറിൻ്റെ പൊസിഷനിൽ ഈ ഒരു പോയിന്ററിനെ സ്റ്റേഷനായിട്ട് നിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ടോർക്കിനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടി വരിക. അപ്പോൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോയിന്ററിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടോർക്കാണ്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന ടോർക്കിനാണ് നമ്മൾ എന്ത് പറയുക? കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കൊക്കെ നമ്മൾ കൊടുത്തു, അല്ലേ? ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും കൊടുത്താൽ മാത്രമേ നമ്മളെ പോയിന്റർ എന്താവുള്ളൂ? നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് ഒന്ന് നിൽക്കുള്ളൂ. ഈ ഒരു പോയിന്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുത്തു, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്ററിന് എന്ത് ചെയ്യുക? നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് സ്റ്റേഷനായിട്ട് നിർത്തുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഈ ഒരു പോയിന്റർ ഇങ്ങനെ സ്റ്റേഷനറി പൊസിഷനിലേക്ക് നിൽക്കുക? എപ്പോഴായിരിക്കും? ആലോചിച്ച് നോക്കൂ. ഈ കൊടുക്കുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഓപ്പോസിറ്റ് വരുന്ന കൺട്രോളിംഗ് ടോർക്കും ഈക്വലായിട്ട് വരുമ്പോഴാണ് എന്ത്? ഈ ഒരു പോയിന്റർ സ്റ്റേഷനായിട്ട് നിൽക്കുള്ളൂ, അല്ലേ? അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിന് സ്റ്റേഷനായിട്ട് നിൽക്കാൻ പറ്റില്ല. അതായത് ഏത് കൂടുന്ന ഭാഗം ഏതാണോ ആ ഭാഗത്തേക്ക് പോയിന്റർ മൂവ് ചെയ്യും. അത് പാടില്ല. ഈ രണ്ട് ടോർക്കും ഈക്വൽ ആവുന്ന കേസ്, അതായത് TD = TC എന്നുള്ള കേസിലാണ് നമുക്കെന്ത്? ഈ ഒരു പോയിന്റർ സ്റ്റേഷനറി പൊസിഷനിൽ നിൽക്കുന്നത്. അങ്ങനെ സ്റ്റേഷനറി നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് വളരെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മളെ ക്വാണ്ടിറ്റി കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ മെഷർ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് = കൺട്രോളിംഗ് ടോർക്ക് ആയിരിക്കണം. ഓക്കെ, അതാണ് ഇത്. ഈ രണ്ട് ടോർക്ക് തമ്മിലുള്ള റിലേഷൻ അതാണ്. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ടോർക്ക് ഏതാണ്? ഡാമ്പിംഗ് ടോർക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു പോയിന്റർ ഇപ്പോൾ വന്നു, പോയിന്ററിനും എന്താണ് സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് എത്താൻ ഒരു ടോർക്ക് ഉണ്ട്, അതിനെ സ്റ്റോപ്പ് ചെയ്യാനും ഒരു ടോർക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കൺട്രോളിംഗ് ടോർക്കിൻ്റെ മറ്റൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. അതായത് ഈ കൺട്രോളിംഗ് ടോർക്ക്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു പോയിന്ററിനെ പിടിച്ച് നിർത്തിയെന്ന് വിചാരിക്കുക. TD വന്നു, അതുപോലെ തന്നെ TC കൊടുത്ത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് വിചാരിക്കും. ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ TD വരുന്നത് എങ്ങനെയാണ്? നമ്മളൊരു സപ്ലൈ ഇവിടെ കൊടുക്കുമ്പോഴാണ് എന്ത്? ഈ ഒരു ടോർക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ ഈ TD നമ്മൾ ഒഴിവാക്കി, അല്ലെങ്കിൽ സപ്ലൈ നമ്മൾ ഒഴിവാക്കി എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യണം? ഈ പോയിന്റർ ആദ്യം എവിടെ നിന്നിരുന്നോ അവിടേക്ക് എന്ത് വരണം? റിട്ടേൺ ആയിട്ട് വരണം, അല്ലേ? അതായത് 0 പൊസിഷനിലായിരുന്നു ആദ്യം പോയിന്റർ ഉണ്ടായിരുന്നത്. നമ്മൾ 5 ആംപിയർ കൊടുത്തപ്പോഴാണ് 5 ആംപിയർ പൊസിഷനിലേക്ക് വന്നത്. എപ്പോഴാണോ നമ്മൾ ഈ 5 ആംപിയർ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം? ഇത് റിട്ടേൺ ബാക്ക് വരണം. റിട്ടേൺ ബാക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? TD = എത്രയായി മാറി? 0 ആയിട്ട് മാറും, അല്ലേ? അപ്പോൾ TC TDക്ക് ഈക്വൽ ആവണം, അല്ലേ? അപ്പോൾ TC TDക്ക് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ TCയും 0 പൊസിഷനിലേക്ക് എത്തണം, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു TC എന്ത് ചെയ്യും? ഈ ഒരു പോയിന്ററിനെ 0 പൊസിഷനിലേക്ക് റിട്ടേൺ അടുപ്പിക്കും. കാരണം ഇവിടെ ഇതിനെ ഈ സൈഡ് താങ്ങി നിർത്താൻ ഒരു ടോർക്കില്ല. അപ്പോൾ ഈ ഒരു ടോർക്ക് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഈ ഒരു ഭാഗത്തേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും? ഈ ഒരു നോർമൽ പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ ഇനീഷ്യൽ പൊസിഷനിലേക്ക് പോയിന്ററിനെ കൊണ്ടുവരും. ആ കണ്ടീഷനിൽ TD = എന്താണ്? TC തന്നെയാണ്, അല്ലേ? രണ്ടും എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യുക. കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. അത് കൺട്രോൾ ചെയ്യുക മാത്രമല്ല, അതിനെന്ത് ചെയ്യാണ്? ആ ഒരു പോയിന്ററിനെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ആരാണ്? ഈ ഒരു കൺട്രോളിംഗ് ടോർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വണ്ണ് ഡാമ്പിംഗ് ടോർക്കാണ്. ഈ ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ പോയിന്റർ ഇങ്ങനെ
സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു സ്കെയിലിൽ ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു നമ്മൾ പറഞ്ഞു. പക്ഷേ പ്രാക്ടിക്കലി ഈ പോയിൻ്ററിന് ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോഴ്സ് ഇവിടുന്നും ഒരു ടോർക്ക് ഓപ്പോസിറ്റ് സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാലൻസ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഈ ടോർക്കും കൂടെ ബാലൻസ് ആയിട്ട് ഈക്വൽ ആവാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈം എടുക്കുന്നവരെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയയിലായിട്ട് എന്ത് ചെയ്യും, ഈ പോയിൻ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റർ ഇങ്ങനെ എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്തിരിക്കും. നിങ്ങൾ ഈ പെന്ന് മൂവ് ചെയ്ത് നോക്കുക, ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഓസിലേഷൻ കുറഞ്ഞ് വന്നിട്ടായിരിക്കും അവസാനം സ്റ്റേഷനറി ആവുക. അപ്പോൾ നമ്മളെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ കേസിൽ നമ്മൾ ഈ ഡാമ്പിംഗ് ടോർക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റർ എന്താവും, ഇതിങ്ങനെ മെല്ലെ ഇളകി സ്റ്റേഷനറി സ്റ്റേജിലേക്ക് എത്താൻ കുറേ സമയമെടുക്കും. അപ്പോൾ നമുക്ക് അത്രയും നേരം ഇങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റില്ല അല്ലേ. നമുക്കെന്താണ്, ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടണം, വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടണം, നമുക്ക് സമയം കളയാനില്ല. അപ്പോൾ ഇത് എന്താണ്, ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ഈ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു ഓസിലേഷൻ റിമൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഓസിലേഷനെ എന്താക്കാനാണ്, ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാമ്പിംഗ് ടോർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഡാമ്പിംഗ് ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസിലേഷൻ സ്റ്റോപ്പായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്താവും, ഈ ഒരു പോയിൻ്റർ സ്റ്റേഷനറി, അതായത് എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ എന്ത് ചെയ്യും, വന്ന് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. പിന്നെ അതിന് മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എടുത്തു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഷറിങ്ങിന് ആവശ്യമായിട്ടുള്ള അത് ഒന്നും കൂടെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3 ടോർക്കും നമ്മളിവിടെ കൊടുക്കുന്നുള്ളത്. ഇതിനകത്ത് ഈ കൺട്രോളിംഗ് ടോർക്കും ഡാമ്പിംഗ് ടോർക്കും നമുക്ക് കൊടുക്കേണ്ട ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ എങ്ങനെയാണ് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് 2 രീതിയിലാണ് നമുക്ക് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഒന്ന് സ്പ്രിംഗ് കൺട്രോളാണ്, രണ്ടാമത്തത് ഗ്രാവിറ്റി കൺട്രോളാണ്. ഇതിൻ്റെ 2ൻ്റെ ഫിഗർ ബോർഡിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗറിലൂടെ നമുക്കൊന്ന് ഫിഗർ നോക്കാം. ഫിഗറിൽ സ്കെയിലുണ്ട്, പോയിൻ്റർ കാണാം. ഇവിടെ എന്താണ്, പോയിൻ്റർ ഒരു സ്പ്രിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പ്രിങ് കണക്ട് ചെയ്ത് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഒരു സ്പിൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്, എങ്ങനെയാണ് ഈ ഒരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻ്റർ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ലഭിക്കുന്നു. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ലഭിക്കുമ്പോൾ ഈ പോയിൻ്റർ എന്താവും, മൂവ് ചെയ്യും അല്ലേ. ഈ പോയിൻ്റർ ഈ ഒരു സൈഡിൽ നിന്ന് എവിടേക്കാണോ ടോർക്ക് കിട്ടുന്ന ആ ഒരു മൂവ്മെൻറ്റ് എന്താണ്, ആ സൈഡിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ ഈ പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, പോയിൻ്ററിൻ്റെ ഒരു എൻഡ് ഈ ഒരു സ്പ്രിങ്ങിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് എന്ത് സംഭവിക്കും, സ്പ്രിങ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സ്പ്രിങ് എന്താവും, ഇവിടെ ഒന്നുകൂടെ എന്താവും, ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്യും അല്ലേ. ഇങ്ങനെയുള്ളത് ഒന്നുകൂടെ ഒന്ന് ടൈറ്റായിട്ട് എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു സ്പ്രിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പ്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നിർത്താം അല്ലേ. എത്രത്തോളം നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്നോ അത്രയും സമയം എന്ത് ചെയ്യും, സ്പ്രിങ് ആ ഒരു പൊസിഷനിൽ നിൽക്കും. എപ്പോഴാണ് നമ്മളത് റിലീസ് ചെയ്യുന്നത്, സ്പ്രിങ് എന്താവും, ബാക്ക് ടു നോർമൽ പൊസിഷൻ. അത് ആദ്യം ഉണ്ടായിരുന്ന പൊസിഷൻ എന്താണോ ആ രീതിയിലേക്ക് എന്ത് ചെയ്യും, സ്പ്രിങ് റിട്ടേൺ വരും. അതാണ് സാധാരണ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ. ആ പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഈ പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കിട്ടിയിട്ട് ഈ പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് എന്താവും, അത് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ടൈറ്റ് ചെയ്ത് പിടിച്ച ആ ഒരു പൊസിഷനിലേക്ക് നിൽക്കുന്നു. എത്ര സമയം വരെ അത് നിൽക്കും, നമ്മൾ ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉള്ളിടത്തോളം സമയം എന്ത് ചെയ്യും, ഈ ഒരു സ്പ്രിങ് എന്താണ്, തിരിച്ച് ഒരു ഫോഴ്സ് ഇവിടേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. തിരിച്ചൊരു ഫോഴ്സും കൂടി കൊടുക്കുന്നുണ്ട്. അതായത് പോയിൻ്റർ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത്, ഈ സ്പ്രിങ് ട്വിസ്റ്റ് ചെയ്യുന്നത്. സ്പ്രിങ് ട്വിസ്റ്റ് ചെയ്യുന്നത് കൂടെ തന്നെ എന്താണ്, ഈ സ്പ്രിങ്ങും ഈ ഒരു പോയിൻ്ററിൻ്റെ മുകളിലേക്ക് ഒരു ടോർക്ക് കൊടുക്കുന്നുണ്ട്. ആ ടോർക്കിനാണ് നമ്മൾ എന്ത് പറയുക, കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോയിൻ്റർ കൊടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സ്പ്രിങ് കൊടുക്കുന്ന ടോർക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു TD ഉള്ളിടത്തോളം കാലം ഈ ഒരു സ്പ്രിങ് നൽകുന്ന കൺട്രോളിംഗ് ടോർക്ക് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാവും ഇല്ലേ. എപ്പോഴാണോ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി, അതായത് ഈ ഒരു നമ്മൾ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ TD എന്തായി മാറും, 0 ആയിട്ട് മാറും. TD 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്പ്രിങ്ങിന് ഇവിടെ കിട്ടിയിട്ടുള്ള ആ ഒരു ട്വിസ്റ്റഡ് ഇതുണ്ടല്ലോ, ഫോഴ്സ് ഉണ്ടല്ലോ, അത് റിലീസാവും. അത് റിലീസാകുമ്പോൾ എന്താവും, ഈ സ്പ്രിങ് ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ പോയിൻ്റർ എങ്ങോട്ട് മാറും, അതിൻ്റെ പഴയ ഇനീഷ്യൽ
സ്റ്റേജിലേക്ക് എന്ത് ചെയ്യും, പോയിൻ്റർ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ സ്പ്രിങ് എന്താവും, ടൈറ്റ് ആവുന്നു, ട്വിസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ആവുന്നു. ആ ടൈറ്റ് ആവാനായിട്ടൊരു ഫോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോഴ്സ് കൊണ്ടാണ് എന്ത്, ഈ പോയിൻ്റർ ഇവിടെ ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കൊടുത്തത് കൂടുതൽ ടോർക്കാണ് കൊടുത്തതുണ്ട് കഴിഞ്ഞാൽ എന്താണ്, സ്പ്രിങ് ഒന്നും കൂടെ എന്ത് ചെയ്യും, ടൈറ്റ് ആവും. അപ്പോൾ എന്താ, ഈ പോയിൻ്റർ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഈ പോയിൻ്ററിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതായത് പോയിൻ്റർ എന്താണ്, വളരെ കൺട്രോൾഡ് ആയിട്ട് മൂവ് ചെയ്യുന്നുള്ളൂ. അതിന് കാരണക്കാരൻ ആരാണ്, ഈ സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് ഉള്ളതിനെ കൊണ്ടാണ് വളരെ കൺട്രോൾഡ് ആയിട്ട് ഈ പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. ഇനി നമ്മുടെ എന്താണ് ഇൻപുട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ്, പോയിൻ്ററിനെ തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ആരാണ്, ഈ സ്പ്രിങ് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഈ ഒരു സ്പ്രിങ് കൺട്രോൾ നടക്കുന്നത്. ഇനി നമുക്ക് ഗ്രാവിറ്റി കൺട്രോൾ നോക്കുമ്പോൾ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ സ്പ്രിങ് ഒന്നുമില്ല, പകരം എന്താണ്, ഒരു കൺട്രോൾ വെയിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോയിൻ്റർ ഉണ്ട്, പോയിൻ്ററിൻ്റെ അവിടെ കണക്ട് ചെയ്ത് എന്താണ്, താഴോട്ട് എന്താണ്, ഒരു കൺട്രോളിങ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കൺട്രോൾ വെയിറ്റ് ആണ് എന്താണ് ഇവിടെ കൺട്രോളിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു ഡിഫ്ലക്ഷൻ ടോർക്ക് ഇവിടെ ആക്ട് ചെയ്യുന്നു. ഡിഫ്ലക്ഷൻ ടോർക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഈ പോയിൻ്റർ എന്താണ്, ഈ ഒരു പൊസിഷനിലേക്ക് എന്താവും, ചേഞ്ച് ആവും. ഈ ഒരു പൊസിഷനിലേക്ക് പോയിൻ്റർ ചേഞ്ച് ആവുന്നു. അപ്പോൾ ഇവിടെയുള്ള വെയിറ്റ് എന്തായി മാറുന്നു, ഇവിടെയുള്ള വെയിറ്റിൻ്റെ പൊസിഷൻ എങ്ങോട്ട് മാറുന്നു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് നമ്മുടെ കൺട്രോൾ വെയിറ്റ് ഷിഫ്റ്റ് ആവുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു കൺട്രോൾ വെയിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാൻ കാരണം, ഈ പോയിൻ്റർ ഇങ്ങോട്ട് നീങ്ങിയതുകൊണ്ട് മാത്രമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റ് ആണുള്ളത് അല്ലേ. സാധാരണ നമുക്ക് വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഈ എന്താണ്, ഇതിന് മൂവ്മെൻ്റ് ഒന്നും സംഭവിക്കില്ല. എന്തോ ഒരു ടോർക്ക് വന്നപ്പോൾ മാത്രമാണ് എന്ത്, ഈ വെയിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് അല്ലേ. അപ്പോൾ എത്രയാണ് ഈ ടോർക്ക് വന്നത്, അത്രയേ എന്തോ ആവുള്ളൂ, ഈ കൗണ്ടർ വെയിറ്റിൻ്റെ ഷിഫ്റ്റിങ്, കൗണ്ടർ വെയിറ്റിൻ്റെ മൂവ്മെൻറ്റും അത്ര തന്നെ വരുന്നുള്ളൂ. ഇവിടെ ടി ഡി എത്ര കൊടുത്തോ അത്ര തന്നെയാണ് എന്ത്, ഇവിടെയുള്ള നമ്മൾക്ക് കിട്ടുന്ന ടി സിയും അല്ലേ. ടി സി ഈ ടി ഡിക്ക് ഈക്വൽ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് വന്ന് നിൽക്കുന്നു. വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുത്തു, നമ്മൾ അളവുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് കൊടുത്തിട്ടുള്ള ഇൻപുട്ട് നമ്മൾ ടി ഡി എന്ത് ചെയ്യാണ്, റിലീസ് ചെയ്യാണ്, ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കുക, ടോർക്ക് ഒഴിവാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, നേരത്തെ ഈ ഒരു കൺട്രോൾ വെയിറ്റ് ഇങ്ങോട്ടാവാൻ കാരണക്കാരനായിട്ടുള്ള ടി ഡി ഇവിടുന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ എന്താ, പിന്നെ ഇവിടെ ടി സി ഉണ്ടാവുമോ, ഇല്ല. അപ്പോൾ ടി സി എന്താവും, 0 ആയിട്ട് മാറും. അപ്പോൾ ടി സി ഇല്ലാണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കൗണ്ടർ വെയിറ്റ് എന്താവും, കൺട്രോൾ വെയിറ്റ് എന്താവും, പിന്നെയും ബാക്ക് ടു അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് തന്നെ എത്തുന്നു. എന്തുകൊണ്ടാണ് അത് തിരിച്ചെത്താൻ കാരണം, തിരിച്ച് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ കാരണം എന്താണ്, ഗ്രാവിറ്റിയാണ് അല്ലേ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. നമുക്കറിയാം, ഒരു കല്ല് ഒരു കയറിൽ കെട്ടിങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഉണ്ടാവുക, നേരെ ഗ്രാവിറ്റിക്ക് നോർമൽ അല്ലേ, കറക്റ്റ് നോർമലായിട്ട് തന്നെയാണ് എന്ത് നിൽക്കുക, ആ കല്ല് നിൽക്കുക അല്ലേ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഈ വെയിറ്റ് എന്താവും, വീണ്ടും നോർമൽ പൊസിഷനിലേക്ക് വന്ന് നിൽക്കും. ഇപ്പോൾ ഈ നോർമൽ പൊസിഷനിലേക്ക് ഈ ഒരു കൺട്രോൾ വെയിറ്റ് വന്ന് നിന്നാൽ ഈ പോയിൻ്റർ എന്താവും, പോയിൻ്റർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ട് എവിടെയായിരുന്നോ ആദ്യം പോയിൻ്റർ ഉണ്ടായിരുന്നത് ആ ഭാഗത്തേക്ക് വന്ന് പോയിൻ്ററും സ്റ്റേഷനറി നിൽക്കും. അപ്പോൾ ഇവിടെ ഈ പോയിൻ്ററിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഈ കൺട്രോൾ വെയിറ്റ് ആണ്. ഈ കൺട്രോൾ വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് പോയിൻ്റർക്ക് കൂടുതൽ ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തതും. എപ്പോഴാണോ ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക് എത്തേണ്ടത് അപ്പോൾ അതിന് വേണ്ട ടോർക്ക് കൊടുക്കുന്ന ആരാണ്, ഈ കൺട്രോൾ വെയിറ്റ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ആ കൺട്രോൾ വെയിറ്റിൻ്റെ പ്രിൻസിപ്പിളാണ് ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് കൺട്രോൾ വെയിറ്റ് ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, ഗ്രാവിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് മെക്കാനിസത്തിലും എന്താണ്, സെയിം തന്നെയാണ്. നമ്മളെ പോയിൻ്ററിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് മെക്കാനിസം നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഡാമ്പിംഗ് ടോർക്ക് എങ്ങനെയാണ് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. അതായത് ഈ ഒരു പോയിൻ്ററിൻ്റെ ഓസിലേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡാമ്പിംഗ് ടോർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിലുള്ളത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. അതായത് ഫ്രിക്ഷൻ ഓഫ് എയർ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഈ ഒരു പോയിൻ്റർ നമ്മൾ ഒരു പിസ്റ്റൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു എയർ ചേമ്പറാണ്. എയർ ചേമ്പറിലുള്ള പിസ്റ്റൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, പോയിൻ്റർ ഈ ഒരു പിസ്റ്റണായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻ്ററിന് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കും. അതായത് ഈ ഒരു നേരത്തെ പറഞ്ഞ 5 ആംപിയർ പൊസിഷനിൽ ആണ് ഈ ഒരു പോയിൻ്റർ വന്ന് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് തന്നെ ഈ ഒരു പോയിൻ്ററിന് ചെറിയ ഓസിലേഷൻ സംഭവിക്കുമ്പോൾ എന്താ നടക്കുന്നത്, ഈ ഒരു പോയിൻ്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു പിസ്റ്റൺ കണ്ടില്ലേ, ഈ ഒരു പിസ്റ്റൺ, ഈ എയർ ചേമ്പറിനകത്തുള്ള പിസ്റ്റൺ എന്ത് ചെയ്യും, അത് ഉള്ളിലേക്കും പുറത്തേക്കുമായിട്ട് എന്ത് ചെയ്യും, ഒരു മൂവ്മെൻറ്റ് നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു പോയിൻ്ററിന് അധിക സമയം എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ഈ ഒരു പിസ്റ്റൻ്റെ ആയിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ
ഇൻ കേസ് എന്താണ് ഈ ഒരു പോയിൻ്റർ ഒരു സൈഡിലേക്ക് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് എന്താവും, മൂവ് ചെയ്യും. ഈ ഒരു എയർ ചാമ്പറിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഇതൊരിക്കലും അത് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താവില്ല, ആ പിസ്റ്റൺ തിരിച്ച് വരില്ല. കാരണം ഇവിടെ എന്താണുള്ളത്, ഇതിനകത്ത് എയർ ഉണ്ട്. എയർ ചാമ്പറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എയർ ടൈറ്റ് സംഭവിച്ചിട്ട് എന്താവും, ഈ ഒരു പിസ്റ്റൺ അവിടെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും. ഈ പിസ്റ്റൺ അവിടെ സ്റ്റോപ്പായി നിന്ന് കഴിഞ്ഞാൽ പിസ്റ്റൺ പിന്നീട് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പോയിൻ്ററിനും ആ ഒരു മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. ഓക്കെ, ഒരു തവണ ഈ ഒരു പിസ്റ്റൺ ഉള്ളോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ പിസ്റ്റണിന് താഴോട്ട് വരാൻ സാധിക്കില്ല. അങ്ങനെ ആ പിസ്റ്റൺ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേഷനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പോയിൻ്റർ എന്താവും, വളരെ പെട്ടെന്ന് എന്താവും, സ്റ്റേഷനറി സ്റ്റേജിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കൊടുക്കാം, ഡാമ്പിങ് കൊടുക്കാം. ആ ഡാമ്പിങ്ങിലൂടെ നമുക്ക് എന്ത് റിമൂവ് ചെയ്യാം, ഈ ഒരു പോയിൻ്ററിനകത്തുള്ള ഓസിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന ടോപ്പിക്കിലെ ബേസിക് കൺസെപ്റ്റാണ്. അതായത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ് നമ്മളിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻസും, അതായത് പല ടൈപ്സ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളിനി പഠിക്കാനുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻസിൽ തന്നെ വരുന്ന മൂവിങ് കോയിൽ ടൈപ്പ്, മൂവിങ് അയൺ ടൈപ്പ് ആൻഡ് ഡൈനാമോമീറ്റർ ടൈപ്പ്, ഈ 3 മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി പഠിക്കാനുണ്ട്. അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നന്നായി രീതിയിൽ പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നോട്ട്സൊക്കെ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.